ഹലോ, ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കഥകളിയെ പറ്റിയാണ്. ഏകദേശം 300 വർഷത്തെ ഹിസ്റ്ററി പറയാനുണ്ട് ഈ ഒരു കഥകളി എന്നൊരു ആർട്ട് ഫോമിന്. കൊട്ടാരക്കര തമ്പുരാനാണ് ഈ ഒരു കഥകളി എന്നൊരു ആർട്ട് ഫോം കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതൊരു വാശിപ്പുറത്താണെന്നാണ് നമ്മളുടെ കഥകളൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി നമുക്കത് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് കടന്നു നോക്കാം. നമ്മൾ കൂടെ ഇപ്പോൾ ഉള്ളത് അരവിന്ദൻ എന്ന് പറഞ്ഞൊരു കഥകളി ആർട്ടിസ്റ്റാണ്. ഹായ് അരവിന്ദൻ. ഞങ്ങളപ്പോൾ കുറച്ച് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അരവിന്ദ്, ഞങ്ങൾക്ക് ഈ കഥകളിയെ പറ്റി ഒരു ബേസിക് ഐഡിയ തരാമോ എന്താണെന്നുള്ളത്? കഥകളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ആഹാരമാണ്, അതിൻ്റെ വേഷ ഭംഗി, അതിലെ ഓർണമെൻറ്റ്സും അതിലെ കിരീടവും. അത് കാണുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ അമാനുഷികനാക്കുന്ന ഒരു രൂപമാണ് കഥകളിക്കുള്ളത്. അതിലെ അഭിനയ പ്രാധാന്യമാണ്, കൂടുതലും അഭിനയത്തിനാണ് പ്രാധാന്യം വരുന്നത്. ഫേസിൽ 3-4 കളറുകൾ വരും, പിന്നെ ചുട്ടി, ഇതൊക്കെ നമ്മുടെ അഭിനയത്തിനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു കഥകളിയുടെ? കഥകളി പണ്ട് രാമനാട്ടം എന്നൊരു കലാരൂപം ഉണ്ടായിരുന്നു. ആ കലാരൂപമാണ് പിന്നീട് കഥകളി എന്ന് അറിയപ്പെട്ടത്. ഒരു വാശിപ്പുറത്തിൻ്റെ ഒരു കലാരൂപമാണ് കഥകളി. ആക്ച്വലി പണ്ട് കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം ഉണ്ടായിരുന്നു കോഴിക്കോട് മാനവ സാമൂതിരി. അത് കാണുന്ന കൊട്ടാരക്കര തമ്പുരാൻ അറിയിച്ചു. പക്ഷെ അത് തെക്ക് നാട്ടിലുള്ളവർക്ക് ഇതത്ര ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് വിട്ടയച്ചില്ല. അപ്പോൾ ആ ദേശപ്പുറത്ത് കൊട്ടാരക്കര തമ്പുരാൻ ശ്രീരാമൻ്റെ കഥകൾ 8 ഭാഗങ്ങളാക്കിയിട്ട് രാമനാട്ടം ഉണ്ടാക്കി. ആ രാമനാട്ടം പിന്നീട് കഥകളിയായിട്ട് മാറി. അപ്പോൾ ഈ കഥകളിയിൽ തന്നെ 2 ടൈപ്പില്, വടക്കനുണ്ട് തെക്കനുണ്ട്. അത് തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ഈ കഥകളിൽ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്നത്. കുറച്ച് മുദ്രകൾ, കുറച്ച് ചിട്ടകൾ, കുറച്ച് ആഹാരത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ. ആഹാരം എന്ന് വെച്ചാൽ വേഷവിധാനത്തിൽ, അവരുടെ കിരീടത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവർ പ്ലേ ചെയ്യുന്ന സ്റ്റോറിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇല്ല, സ്റ്റോറിയൊക്കെ സെയിം ആണ്. നമുക്കില്ലാത്ത ചില സ്റ്റോറി അവർക്കുണ്ട്. അതിലും തെക്കനും വടക്കനും 2-3 സ്ഥലത്തുണ്ട്. ഒരു കഥകളി ആർട്ടിസ്റ്റ് കടന്നു പോകുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ് ഈ ട്രെയിനിങ് പീരീഡ് മുതൽ? നമ്മൾ ആദ്യം നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഒഴിച്ചിലൊക്കെ ഉണ്ട്. ചവിട്ടി ഒഴിച്ചിൽ, കണ്ണ് സാധകം, ഇതെല്ലാം നമ്മുടെ ശരീരം ഈ കഥകളിലേക്ക് വഴങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം വഴങ്ങി നമ്മൾ ആദ്യം ഓരോ കലാശങ്ങളൊക്കെ പഠിച്ച്, കാൽസതകം, കലാശങ്ങൾ, പിന്നെ ഓരോ കഥാപാത്രങ്ങൾ പഠിക്കും. ആദ്യം കുട്ടിത്തരം, ഇടത്തരം, അങ്ങനെ ഓരോ വേഷങ്ങൾ പഠിച്ച് ആദ്യാവസാനം വരെ
എത്തുന്നതാണ് ഒരു പഠന രീതി. ശരിക്കും ഒരു 4-5 വർഷം വേണം ശരിക്കും ഒരു അരങ്ങേറ്റം നല്ല കുറച്ച് അറിയുന്ന ആളാവണമെങ്കിൽ 4-5 വർഷം എടുക്കും. അരവിന്ദൻ ഈ ഒരു ഫീൽഡിലൂടെ എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 20 വർഷത്തോളമായി. 20 വർഷം. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കലാമണ്ഡലത്തിൽ പോയി. അപ്പോൾ അവിടെ ഡിഗ്രി MA എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ അധ്യാപനം വർക്ക് ചെയ്യാണ്. ഞങ്ങൾ പൊതുവേ നമ്മളെപ്പോലത്തെ നോർമൽ ആൾക്കാർക്ക് അറിയാത്തതാണ് എഡ്യൂക്കേഷണൽ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ബാക്കി പുറമേ ഉള്ള പോലെ തന്നെ ഡിഗ്രി എല്ലാം ഉണ്ട്. നമുക്ക് അതിലൊരു വിഷയം കഥകളി. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മെയിൻ എടുക്കുന്നു അല്ലെങ്കിൽ ആർക്കിടെക്ട് മെയിൻ എടുക്കുന്നു, അതുപോലെ തന്നെ ഒരു വിഷയമായിട്ട് കഥകളിയിൽ മെയിൻ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കഥകളി കലാമണ്ഡലത്തിൽ കഥകളി, മോഹിനിയാട്ടം, വാദ്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും വിഭാഗം മെയിനായിട്ട് എടുക്കുക. ബാക്കിയുള്ള സ്കൂൾ പഠനങ്ങളും കോളേജ് പഠനങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. അതെ അല്ലേ? പടി അരഞ്ഞാണെന്ന് പറയും. പടി എറിഞ്ഞാണ്. ഓക്കെ. ഇത് മരപ്പണി ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പണിതിട്ടില്ല. പണിതത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇത് പടി എറിഞ്ഞാണ്. തണ്ടപ്പതപ്പ് ഇത് സോറി ഹസ്തടകം. ഇത് കയ്യിൽ വെക്കുന്നത് ഹസ്തകടകമാണിത്. ഇത് പരുത്തിക്കായ മണി. ഇതും ഷോൾഡറിൽ വെക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ കലത്തിലാണ് നമ്മൾ ചുട്ടി കുത്തി പഠിക്കുക. മുഖത്ത് കുത്തുന്ന ചുട്ടി ഇങ്ങനെ കലത്തിന് മുകളിലാണ് കുത്തി പഠിക്കുക. ഇത് ആർട്ടിസ്റ്റിന് ചെയ്യുന്നതാണോ അതോ ചുട്ടിക്കാരുണ്ട്? വേറെ അവർക്ക് വേറെ ട്രെയിനിങ്, അവർക്ക് വേറെ കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരു കഥകളി പൂർണ്ണ രൂപത്തിലാവണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, പ്ലേയിങ് ആർട്ടിസ്റ്റ് ഉണ്ടാവണം, പിന്നെ വാദ്യങ്ങൾ ഉണ്ടാവണം, പാട്ടുകാരുണ്ടാവണം. വാദ്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? മദ്ദളം, ഈ 2 വാദ്യങ്ങളാണ്. പിന്നെ പാട്ടുകാരുടെ കയ്യിൽ ചേങ്ങില, ഇലത്താളം ആൾക്കാരുണ്ട്. ഓക്കെ. ഇത് പിന്നെ മരപ്പണി കഴിഞ്ഞിട്ടുള്ളൊരു കിരീടമാണ്. ഇത് എന്ത് മരമായിരിക്കും? ഇത് കുമിഴ്. കുമിഴല്ലേ? കുമിഴ് എന്ന് പറയുന്നൊരു മരമാണ്. ഇത് കൈവള, പേര് വള അല്ലേ? ഇത് മരപ്പണി കഴിഞ്ഞതാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഇങ്ങനത്തെ ടൈ ചെയ്തിട്ട് തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു 3 പീസുള്ള ഒരു പാട്ടാവല്ലേ? ഇത് ലെയ്ത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും. അതെ അതെ. ഓക്കെ. ഇനി ഇത് തന്നെ ഇത് പണി കഴിഞ്ഞതാണ് അതല്ലേ? എല്ലാം പണി കഴിഞ്ഞാൽ ഇങ്ങനെ. ഇതിൽ ഉപയോഗിക്കുന്ന പെയിന്റ് സ്പെഷ്യാലിറ്റി ഉണ്ടോ? പെയിന്റ് അല്ല, ഇത് തകിടാണ്. അത് കാണിച്ചു അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തകിടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളത് ഒട്ടിക്കാണ്, നമ്മളത് പശയിൽ ഒട്ടിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് തകിട് ഉപയോഗിക്കുന്നത്? ഇത് ലൈറ്റ് നല്ല തിളങ്ങി നിൽക്കും. ഇതങ്ങനെ പെട്ടെന്ന് നാശമാവില്ല. ഓക്കെ ഓക്കെ. പെയിന്റ് ആകുമ്പോൾ നമ്മുടെ മരം ഫെയ്ഡ് ആയി പോകും. ഇത് ഫെയ്ഡ് ആവില്ല തകിടായത്. പെയിന്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പം നാശം. ഇത് കുറച്ച് അളി കഴിഞ്ഞ് നമുക്ക് അതിന്റെ മുകളിൽ വേണ്ടി ഒട്ടിച്ചാൽ മതി. അതെ അല്ലേ? ഇത് മരത്തിന് കേടൊന്നും വരില്ല. ഓക്കെ ഓക്കെ. ഇതെല്ലാം സെയിം തന്നെയാണ്. ഇത് കൃഷ്ണന്റെ മുടി, കൃഷ്ണവേഷം ഇടുന്ന കിരീടാണ്. ഇതൊക്കെ ഉത്തരങ്ങൾ കഴുത്തിലിടുന്ന ഉത്തരീയങ്ങളാണല്ലേ? ഷോള് പോലെ. ഓക്കെ ഓക്കെ. ഇത് നേരത്തെ നമ്മൾ കണ്ട വളയുടെ ഒരു അപ്ഡേറ്റ്, ഒരു ഫിൽഡ് ആയിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള വേർഷൻ അല്ലേ? ഓക്കെ. ഇത് മാല. ഓക്കെ. ഇത് ചെവിയാണ്, ചെവിപ്പൂവ് അല്ലേ? നേരത്തെ കണ്ട ഹസ്തകടകത്തിന്റെ അത് പണി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ. ശരി ശരി. ഇതെല്ലാം നേരത്തെ കണ്ട പടി അറിഞ്ഞാണ്. ഇതൊക്കെ ഇത് കൊരലാരം, സ്ത്രീവേഷത്തിന് യൂസ് ചെയ്യുന്ന കൊരലാരം. ഓക്കെ. അത് കാണുന്ന ഇത് കൊരലാരം, ഇത് പുരുഷവേഷത്തിന്റെ കൊരലാരം. ഓക്കെ. കൊരലാരം എന്ന് പറയുന്നതല്ലേ? കൊരലാരം. നേരത്തെ നമ്മൾ കണ്ട പടി അറിഞ്ഞാണ്. പെയിന്റ് ഒരിക്കലും ഉപയോഗിക്കൽ, തകിട് വെച്ച് ഇങ്ങനെ കവർ ചെയ്യുള്ളൂ അല്ലേ? ഇത് ഒറ്റനാക്ക് പട്ടുവാ. ഇത് എവിടെ ഉപയോഗിക്കാം? നമ്മുടെ ഫ്രണ്ടിൽ, ഡ്രസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്നത്. കണ്ടിട്ടുണ്ട്. ശരി ശരി. ഇത് പട്ടുവാല് നമ്മുടെ 2 സൈഡിലും കാണാറുണ്ട്. ശരി. ഇതാണ് നേരത്തെ പറഞ്ഞ തകിട്. ഈ തകിട് നമ്മളിങ്ങനെ കത്തിയിൽ ഇങ്ങനെ എടുത്തിട്ട് അത് ഒട്ടിക്കും. ഓക്കെ. ഇതെല്ലാം ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്യാം. ചുട്ടി നേരത്തെ പറഞ്ഞ വിഭാഗം അവരാണ് എല്ലാം ചെയ്യുക. ഇത് ഞങ്ങളുടെ കച്ചമണി. അതായത് അരയെ കെട്ടുന്നത്, കാല് കെട്ടുന്നത്. പിന്നെ നമ്മൾ ആയുധങ്ങൾ, ഗദ, വാള്, ഇത് കലപ്പ. ഇതിന്റെയൊക്കെ ഇതൊക്കെ അബ്സ്ട്രാക്ട് ഫോംസ് ആണല്ലോ ശരിക്കും?
പിന്നെ താടി. ആ കാണുന്നത് ഇത് നമ്മൾ സൈഡിൽ ചന്തി മെത്താന്ന് പറയും. അവ കുറച്ച് ഈസി ആയിട്ട് അല്ല അത് വിടർന്നിരിക്കും, സ്റ്റിഫായി വിടർന്നിരിക്കും അപ്പോൾ വേഷം. ഇത് താടി. പല വേഷങ്ങളുടെ താടികൾ. ഇത് മുടിയായിരിക്കും. മുടി. ഇത് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നല്ലേ? പ്ലാസ്റ്റിക് കൊണ്ട് ജൂട്ടുണ്ട്. ജൂട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ല, ജൂട്ടാണല്ലേ? ഇത് കളേർഡ് ആണല്ലേ? പിന്നെ അത് നമ്മൾ മുളയുടെ നാരും. ഓക്കെ. ഇതൊക്കെ ഷാളുകൾ നേരത്തെ കാണിച്ച തന്നെ ഷാളുകൾ. ഓരോ വേഷത്തിനനുസരിച്ച് ഷാളുകൾ മാറില്ല. അപ്പോൾ അരവിന്ദൻ പൊതുവെ ഏത് വേഷത്തിലാണ്? നമ്മളിപ്പോൾ എല്ലാം ചെയ്യാറുണ്ട്. സ്ത്രീ വേഷം. എന്നാൽ നമ്മൾ സ്പെഷ്യലൈസ് ഒരു പാട്ടുണ്ടാവില്ല. അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ചെയ്യാറ്. കുറച്ചും കൂടെ ഏജ് ആകുമ്പോഴാണ് ചെയ്യാറ്. ആണല്ലേ? നമ്മളെല്ലാം കെട്ടാൻ പറ്റുന്ന പ്രായത്തിൽ എല്ലാം ചെയ്യും. ഇത് നമ്മുടെ ഞൊറി എന്ന് പറയും. നമ്മൾ ഈ പാവാട പോലെ ഇങ്ങനെ കിടക്കില്ലേ, അത് കൃഷ്ണനും നരസിംഹത്തിനൊക്കെ ഈ മഞ്ഞ. ശരി. പച്ചവേഷം, കത്തിവേഷം, അതിന്റെ കുപ്പായം. ഇത് നരസിംഹത്തിന്റെയും ഹനുമാന്റെ ഒക്കെ കുപ്പായം, രോമങ്ങളുള്ള. ഈ മെയിൻലി ഏറ്റവും ഫസ്റ്റ് ആണ് ഇത് തിരശീല. തിരശീലയുടെ ബാക്കിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ. ഇത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു കളേഴ്സിനും ഈ ഒരു ഡിവിഷൻസിനും? 5 നിറങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ കോൺസെപ്റ്റ് ചെയ്യാൻ തോന്നുന്നു. 1 2 3 4 5 അല്ലേ? ഈ കളേഴ്സിന് എന്തെങ്കിലും? അതിന് പഞ്ചഭൂതങ്ങൾ. അത് മഞ്ഞ, പച്ച, ചുവപ്പ്, കറുപ്പ്. നമ്മളിത് കഥകൾക്ക് യൂസ് ചെയ്യുന്ന സെയിം കളേഴ്സ്. അതിനെപ്പറ്റി പറഞ്ഞില്ലേ, ഈ കഥകളി ഉപയോഗിക്കുന്ന കളറുകൾ എങ്ങനെ ഉണ്ടാവും? ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ശരിക്കും നമുക്ക് വരുന്നത് ആർട്ടിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ആർട്ടിസ്റ്റ് ഉണ്ട്, ചുട്ടി ചുട്ടി വിഭാഗമുണ്ട്, പിന്നെ ചെണ്ട, മദ്ദളം ആ വിഭാഗമുണ്ട്, പിന്നെ സംഗീത വിഭാഗമുണ്ട്. അപ്പം 4-5 വിഭാഗങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് കഥകളി എന്നൊരു ആർട്ട് ഫോം അല്ലേ? ഇതാണ് മനോലക്കല്ല്. മനോലക്കല്ല്. ഓക്കെ, തൊടാൻ പറ്റും, കാണാൻ പറ്റും. ഇത് എവിടുന്ന് നമുക്ക് കിട്ടുക പൊതുവെ? കല്ല് നമുക്ക് ആയുർവേദ ഷോപ്പുകളൊക്കെ കിട്ടും. ശരിക്കും മലയുടെ അടിയിൽ ഉണ്ടാവുന്ന പറയും. ഈ കളറായിരിക്കും അത്? അതെ, മഞ്ഞക്കല്ല്. ഓക്കെ. ഈ കളർ നമ്മൾ ഒരു കളറായിട്ട് ഉപയോഗിക്കും. ഇത് നമ്മൾ പൊടിച്ചിട്ട് ആ കാണുന്ന പോലെ നമ്മൾ പൊടിച്ചിട്ട് അത് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് ആണ് അപ്ലൈ ചെയ്യുക മുഖത്തോട്ടല്ലേ? ഓക്കെ. പിന്നെ അതിനകത്തോട്ട് എന്താണ് അവർ ചേർക്കുന്നത്? നമ്മൾ ചായം ചേർക്കും, റെഡ് കളർ. ഇതിപ്പോൾ അവർ ചെയ്യുന്നത് വേറെ കളേഴ്സ് ഉണ്ടാക്കുകയാണല്ലേ? പിങ്ക് കളേഴ്സ് ഉണ്ടാവുമോ ഇതിൽ? പിങ്ക് അല്ല, റെഡാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ വരുന്നത്, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു മച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരും. നമ്മളിവിടെ ഉണ്ടാക്കില്ല, നമ്മളത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പച്ച കിട്ടാൻ വേണ്ടി മഞ്ഞയിലും കട്ടനിലും ചേർക്കും. റെഡ് കിട്ടാൻ വേണ്ടി നമ്മൾ റെഡ് പൊടിയുണ്ട്. നേരത്തെ കല്ലിൻ്റെ പേര് പറഞ്ഞല്ലോ, മനോലക്കല്ല്. അത് പൊടിച്ചിട്ട് ഓക്കെ. ശരി. അല്ല, വേറൊരു കല്ലുണ്ടോ ചുവപ്പ് കിട്ടാൻ? ചായില്ല. അതിപ്പം അങ്ങനെ അത്ര അവൈലബിൾ അല്ല. ഇപ്പം അതുകൊണ്ട് നമ്മൾ റെഡ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. അതെ അല്ലേ? ഓക്കെ. പൊതുവെ കഥകളി എന്ന ആർട്ട് ഫോം എല്ലാവർക്കും അറിയാം, പക്ഷേ നോർമൽ ആൾക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? ശരിക്കും
ഇല്ല, നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ശ്രദ്ധിക്കേണ്ട കലാരൂപം. അത് കഥകൾ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആട്ടം കാണാന്ന് പറയും, കഥ അറിഞ്ഞ ആട്ടം കാണാന്ന് പറയും. അല്ല, കഥ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ഫോം കണ്ടാൽ നമുക്ക് കഥ മനസ്സിലാവും. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ഒരു മോഹിനിയാട്ടം പോലെയോ അല്ലെങ്കിൽ ഒരു ഭരതനാട്യം പോലെയും പോപ്പുലർ അല്ലാത്തത്? കുറച്ച് ബുദ്ധിമുട്ടാണ്. മണിപ്രവാളം പോലത്തെ ഭാഷയാണ്. അത് കുറച്ച് മുദ്രയും കുറച്ച് ഡീറ്റെയിലിംഗ് പോകും. കാണിക്കുമ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് പോകും. നമ്മൾ ചില മുദ്രകളൊന്നും ആൾക്കാർ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താ കാണിക്കണം. ഓക്കെ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിനെപ്പറ്റി കുറച്ചൊരു ബേസിക് ഐഡിയ വേണം. ഈ ഒരു കല എന്തുകൊണ്ടാണ് മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം പോലെ ഇത്ര പോപ്പുലർ ആവാത്തത്? ആക്ച്വലി പോപ്പുലറാണ്, പക്ഷെ അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അതിൽ കുറച്ച് ഇതാവുന്നത്. ശരിക്കും കേരളത്തെക്കാട്ടും വിദേശത്തൊക്കെ ഭയങ്കര നല്ല പോപ്പുലറാണ് കേരളത്തിൽ. ഇപ്പോഴത് ഇപ്പോൾ കുട്ടികൾ, പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ ഭയങ്കര താല്പര്യത്തോടെ കാണുന്നുണ്ട്. പിന്നെ ഇവർ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന സോങ്സ് മണിപ്രവാളമാണോ? മണിപ്രവാളം ഭാഷ. അപ്പം ഇത് ഓൾറെഡി എഴുതപ്പെട്ടതാണോ? എഴുതപ്പെട്ടതാണ്. അത് സംസ്കൃതം മലയാളം കൂടെ കലർന്ന ഒരു ഭാഷയാണ്. നമുക്കതിൽ ഇനി ഇമ്പ്രൂവ്മെന്റ്സ് നടത്താൻ പറ്റില്ല. ഇല്ല, അതാണ്. അതായത് പുതിയ മണിപ്രവാളം സോങ്സ് ഇനി വരാൻ ചാൻസ് ഇല്ല. പുതിയ കുറേ പേര് രചിക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. ആണല്ലേ? ഇപ്പം ഇതിൽ ഗുരുക്കന്മാരാരെങ്കിലും ഉണ്ടോ നമ്മൾ കഥകളി എന്ന ആർട്ട് ഫോം പെർഫോം ചെയ്യുന്നത്? ഒരുപാടുണ്ട്. ഇതിലൊരു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം രാമദാസ്, കലാമണ്ഡലം സൂര്യനാരായണൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ, ആദ്യം പഠിച്ച കലാമണ്ഡലം സാജൻ, ആശൻ, അങ്ങനെ കുറേ പേരുണ്ടല്ലേ? എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി അരവിന്ദ് ഇന്ന് ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്സുകൾ കാണാൻ കഴിയും. എന്തായാലും താങ്ക് യു സോ മച്ച് അരവിന്ദ് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം. ഇന്ന് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന കഥ എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇന്ന് പ്രഹ്ലാദം കഥയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏതൊക്കെ വേഷങ്ങൾ എവിടെ ഉണ്ടാവുക? ഇന്ന് പ്രഹ്ലാദൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ പച്ചവേഷമാണ്. ഹിരണ്യകശിപുവിൻ്റെ വേഷം കത്തിവേഷമാണ്. അപ്പോൾ അസുരവേഷങ്ങൾ പോലെയുള്ള കീചകൻ, അതായത് നരകാസുരൻ, അങ്ങനെയുള്ള വേഷങ്ങളെല്ലാം കത്തിവേഷങ്ങളുണ്ട്. പിന്നെ നായകന്മാരുള്ള വേഷങ്ങൾ ഭീമൻ, അർജുനൻ തുടങ്ങിയ വേഷങ്ങളെല്ലാം പച്ചവേഷങ്ങളാണ്. പിന്നെ പ്രഹ്ലാദൻ പച്ചവേഷം. അത് നല്ല ക്യാരക്ടേഴ്സൊക്കെ പച്ചവേഷങ്ങളാണ്, നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ കത്തിവേഷങ്ങളാണ്. പിന്നെ ദുശാസനം, ബാലി, സുഗ്രീവൻ തുടങ്ങിയ വേഷങ്ങൾ താടി വേഷം. താടി 3 തരം താടികളുണ്ട്. വെള്ളത്താടിയുണ്ട്, കറുത്ത താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്. ചുവന്ന താടി പെടുന്നതാണ് ബാലി, സുഗ്രീവൻ അങ്ങനെയുള്ള വേഷം. കരിത്താടി എന്ന് പറയുമ്പോൾ കാട്ടാളൻ അങ്ങനെയുള്ള വേഷങ്ങൾ അതിനകത്ത്. വെള്ളത്താടി എന്ന് പറയുമ്പോൾ ഹനുമാൻ, നന്ദികേശം പോലെയുള്ള വേഷങ്ങൾ. വെള്ളത്താടി. ഇപ്പം പേരെന്തായിരുന്നു? എൻ്റെ പേര് ജ്യോതിഷ്, കലാമണ്ഡലം ജ്യോതിഷ്. അദ്ദേഹത്തിൻ്റെ പേര്? അദ്ദേഹം വിഘ്നേഷ്, കലാമണ്ഡലം വിഘ്നേഷ്. ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം ഏതിൻ്റെയാണ്? ഇന്ന് ഹിരണ്യകശിപുവാണ് വേഷം. ഇപ്പോൾ കത്തിവേഷത്തിനുള്ള തേപ്പാണ് അത്. ആണല്ലേ? പൊതുവെ ആർട്ടിസ്റ്റ് തന്നെയാണോ ചെയ്യുന്നത്? മുഖമെഴുത്തുന്നല്ല ചെയ്യുന്നത്. അതിന് ചുട്ടി, നമ്മൾ ചുട്ടി കലാകാരനുണ്ടാവും. അത് പേപ്പർ വെക്കുന്നത് കാര്യങ്ങളും ബാക്കിയെല്ലാം ചെയ്യുന്നത് ചുട്ടി കലാകാരന്മാരൊക്കെ. ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്നത് അണിയറ ആളാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതിലെല്ലാം സ്പെഷ്യലി ആൾക്കാരുണ്ട്, ഡെസിഗ്നേറ്റഡ് പ്ലേസസ് ഉണ്ടല്ലേ ഓരോരുത്തർക്കും?
പറഞ്ഞു മേജർലി 2 അല്ലെങ്കിൽ 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കഥകളിയിൽ ഉപയോഗിക്കുക. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക. നമ്മളെ കൂടെ ഇന്ന് ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആദിത്യനാണ്. ഹലോ. ആദിത്യനാണ് ചെണ്ട ഇപ്പം നമുക്ക് വേണ്ടി ഈ ഒരു പെർഫോമൻസിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. ആദിത്യൻ, ഈ ചെണ്ട നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് തുടങ്ങാം. ഈ ചെണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ശരിക്കും എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ വട്ടം എന്ന് പറയുമ്പോഴേക്കും പശുവിൻ്റെ തോലാണ്, മുകളിലുള്ള തോല്. അപ്പോൾ ആ തോല് നമ്മൾ എടുത്ത് അത് ഉണക്കി അതിൻ്റെ രോമങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ ഇത് ഇപ്പോൾ തടിയാണ്, അപ്പോൾ ഈ വളയെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാടിയെടുക്കും. അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ വലന്തല എന്ന് പറയുമ്പോഴേക്കും ഈ നമ്മൾ ഇത് കണ്ടല്ലോ, ഇത് ഈ വട്ടമില്ലേ, ഇങ്ങനത്തെ 7 വട്ടങ്ങൾ, 7 പറ്റുകൾ എന്നാ പറയാ, അത് ചേർന്നാണ് വലന്തല. അപ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, കുറച്ചും കൂടെ ഹാർഡായിരിക്കും. അതെ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഇടന്തല, ഇത് വലന്തല. നേരത്തെ മദ്ദളത്തിന്റെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഇടന്തല വലന്തലയാണ്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കഥകളിയിലാണെങ്കിൽ ഈ വിവാഹ രംഗങ്ങൾ, ഈ ഇപ്പോൾ വിഷ്ണു അങ്ങനെ ഭഗവാന്മാർ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ എന്ന് പറയുമ്പോൾ മംഗളസൂചകമായ രംഗങ്ങളിൽ ഇടന്തലയ്ക്ക് പകരം വലന്തലയാണ് ഉപയോഗിക്കുക. അതെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ കച്ച തൂക്കിയിട്ടൊക്കെ ആയിരിക്കും, പിന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് പ്ലേ അല്ലേ. അപ്പം കഥകളിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ചെണ്ട ഉപയോഗിക്കും. അവസാനം വരെ സ്ത്രീവേഷങ്ങൾക്ക് മാത്രം ചെണ്ട ഉപയോഗിക്കും. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? അത് ലാസ്യപരമായതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഭീകരത്വമുള്ള സൗണ്ടാണ്, പൗരുഷം, വീര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ലാസ്യമായിരിക്കും. അപ്പോൾ ലാസ്യത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇടയ്ക്കാണ് അതിന് പകരം യൂസ് ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ലളിതമാരെന്ന് പറയുമ്പോഴേക്കും ഈ കാട്ടാള രാക്ഷസിമാർ വേഷം മാറി വരുന്നതാണ് ലളിത. അപ്പോൾ അവർ അവസാനത്തെ ഭാഗങ്ങളിൽ ഇപ്പോൾ ലളിത രാക്ഷസിയായിട്ട് വരും എന്ന് പറയുമ്പോൾ വേഷം മാറും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ചെണ്ട ഉപയോഗിക്കും. അപ്പോൾ ഈ കഥകളിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെണ്ട ഉള്ളത്, ഈ ഒരു രൂപത്തിലുള്ള ഈ ഒരു പ്രപ്പോർഷനുള്ള ചെണ്ട? അല്ലല്ല, നമ്മൾ പൊതുവെ സാധാരണ കാണുന്ന ചെണ്ട അതേ സെയിം ഡയമെൻഷനിലാണ് ഈ ചെണ്ട. ഡയമെൻഷൻ രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ ടൈറ്റിൽ വ്യത്യാസം വരും. ടൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ വലിവ് ടൈറ്റ്, ഈ കയറിന്റെ ടൈറ്റ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ മേളങ്ങൾക്കും സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചെണ്ടകൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഇതിന് പൊതുവെ പറയുന്നത് മൂപ്പെന്നാണ്. അപ്പോൾ ഇത്ര മൂപ്പ് ഉണ്ടാവില്ല, ഇത്ര ടൈറ്റ് ഉണ്ടാവില്ല. ശബ്ദം അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും. ഷാർപ്പായിരിക്കും. ഓക്കെ. അപ്പം പിന്നെ ഏതൊക്കെ മേഖലകളിൽ ശരിക്കും അപ്പം ചെണ്ടകൾ ഉപയോഗിക്കും? ചെണ്ടകൾ ഇപ്പോൾ ഞാനിപ്പോൾ 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. അപ്പോൾ കലാമണ്ഡലത്തിൽ ചെണ്ടകൾ മെയിനായിട്ട് 2 വിഭാഗങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന് തായമ്പകയ്ക്കും, ഒന്ന് കഥകളി മേളത്തിന്. നമ്മൾ നിൽക്കുന്ന മേഖല. പിന്നെ പടയണി, തെയ്യം, തിറ, അങ്ങനെ ഒട്ടനവധി കലകൾ. അതിനെല്ലാം വ്യത്യാസമുണ്ടോ ഇതിന്റെ? ഇല്ല, തെയ്യം പോലുള്ള മേഖലകൾക്ക് ഏകദേശം ഇതേ ടൈറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ താളങ്ങളും കൊട്ട് രീതികളെ മാറുള്ളൂ. ചെണ്ട ടൈറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും. ഓക്കെ. നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ ഇതിനെപ്പറ്റി? വേറെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ടൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഒരു പൂവിൽ വണ്ട് വന്ന് തേൻ കുടിച്ച് പോകുന്നൊരു രംഗം കാണിച്ചല്ലോ. അപ്പോൾ ഒരു വണ്ട് പറന്നു വരുന്നത് എങ്ങനെ, ആ സാധ്യതകൾ എങ്ങനെ ചെണ്ടയിലൂടെ ഉണ്ടാക്കാം. ഇപ്പോൾ കുളമ്പടിയുടെ ശബ്ദം, അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ ഈ കൊട്ടുന്ന ആ ഒരു ക്ലാരിറ്റി നമ്മൾ ആ ഒരു ചെണ്ടയിൽ കൊട്ടിയ, ടൈറ്റ് കുറവുള്ള ചെണ്ടയിൽ കൊട്ടിയ വ്യക്തത കൃത്യമാവില്ല, കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതാണ് മെയിനായിട്ട് നമുക്ക് മൂപ്പുള്ള ചെണ്ട അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ചെണ്ട കഥകളി. നമ്മൾ ഈ കഥകളി വാദ്യത്തിൽ എക്സ്പെരിമെന്റ്സ് നടത്താറുണ്ടോ? അതായത് ഇപ്പോൾ ഉള്ള ശബ്ദങ്ങളും താളവും അല്ലാതെ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് നടത്താറുണ്ടോ ഓരോ അവസരങ്ങൾക്ക് അനുയോജ്യമായിട്ട്? ഇപ്പോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ സുമുദ്രാഹരണം എന്ന് പറഞ്ഞൊരു കഥകളിയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മംഗള സൂചകമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വലന്തല ഉപയോഗിക്കുള്ളൂ എന്ന്. ഈ സുമുദ്രാഹരണം എന്ന് പറഞ്ഞ കഥ എടുക്കുമ്പോഴേക്കും അതിൻ്റെ അത് വിവാഹ രംഗമുണ്ട് എന്ന് പറയുമ്പോൾ അർജുനൻ സുഭദ്രയെ വിവാഹം ചെയ്യുന്ന രംഗം. അപ്പോൾ ഒരു രംഗം മുഴുവൻ വലന്തല യൂസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട് അവിടെ. അപ്പോൾ ആദ്യം മുതൽ അതൊരു ചടങ്ങായിട്ട് തന്നെ ഉണ്ട്, ഇങ്ങനെ മാലയിട്ട് ദേവന്മാരെ കാണുന്നത്. അപ്പോൾ ഒരു രംഗം ഫുള്ള് ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അടുത്ത് വരും ആ രംഗം. അപ്പോൾ ഫുള്ള് വലന്തലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പണ്ട് കാലങ്ങളിൽ വലന്തല ജസ്റ്റ് കൊട്ടിപ്പോരുകയുള്ളായിരുന്നു. പിന്നെ അതിനൊരു താളവും കൃത്യമായിട്ടുള്ള ക്രമങ്ങളൊക്കെ പിന്നീട് വന്ന കാലപരിണാമം കൊണ്ട് അതൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ടോ? എക്സ്പെരിമെന്റ്സ് എങ്ങനെയാണ് കഥകളി സംഗീതത്തിൽ എന്തെങ്കിലും? സംഗീതങ്ങളിൽ പറയുകയാണെങ്കിൽ ഈ കച്ചേരികളൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ കഥകളി, പദക്കച്ചേരികൾ മുതലായ കാര്യങ്ങൾക്ക് ഇപ്പോൾ ചെണ്ടയുടെ സാന്നിധ്യം വളരെ അധികമായിട്ട് വരുന്നുണ്ട്. അതല്ലേ. എന്തായാലും
താങ്ക് യു സോ മച്ച് ആദിത്യൻ. ഇന്നത്തെ മദ്ദളം കലാകാരനാണ് വൈശാഖ്. ഹലോ, നമസ്കാരം. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ കഥകളിയിൽ മദ്ദളത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മദ്ദളത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതിനൊക്കെ കൂടുതൽ വാദ്യങ്ങളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും അതിൻ്റെ കഥകളി ഒരു സംഗീത മുദ്രകളിലൂടെയാണ് കഥകളിയിലെ ആശയവിനിമയം നടക്കുന്നത്. അവരുടെ കഥകളിയിലത്തെ വേഷക്കാരൻ്റെ അല്ലെങ്കിൽ നടൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ വാദ്യക്കാരാണ്. നടൻ്റെ ഓരോ ചലനങ്ങൾക്കും ഓരോ ഭാവങ്ങൾക്കും അനുസൃതമായ രീതിയിൽ മേളം ഒരുക്കുക എന്നുള്ളതാണ് മേളവിധാനത്തിൻ്റെ മൊത്തം. അപ്പോൾ കഥകളി നടൻ്റെ ജീവനാണ് ഈ വാദ്യോപകരണങ്ങൾ. അത്തരത്തിൽ നോക്കുമ്പോൾ മദ്ദളം എന്നല്ല, മദ്ദളം, ചെണ്ടയും ഇലത്താളം, ചെങ്കിലൊക്കെ അല്ലാതെ അതായത് അതിൻ്റെ ഓരോ പ്രയോഗങ്ങളും കഥകളി നടനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു വാദ്യങ്ങളല്ല കഥകളിയിലത്തെ. കഥകളിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന സമയത്ത് അതാത് കൃത്യമായിട്ട് ഓരോ താളങ്ങൾ അവർ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു പേഴ്സണലായിട്ട്, അതായത് നമ്മുടേതായിട്ടുള്ളൊരു മനോധർമ്മത്തിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ നടനെ ആശ്രയിച്ചാണ് നമ്മൾ വാദ്യം കൈകാര്യം. എങ്ങനെയാണ് മദ്ദളമായി തീരുന്നത്? മദ്ദളം എന്തൊക്കെ മെറ്റീരിയൽസാണ് അതിനകത്തുള്ളത്? മെറ്റീരിയൽസ് ഇതിൻ്റെ ഉള്ള പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കുറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് കുറച്ച് തുറന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. അതിൻ്റെ മെയിൻ ഹോളോ ആയിട്ടുള്ള ഇതാ പാട്ട്, ഈ പാർട്ട് ഇതാണ് കുറ്റി. ഇതിലാണ് ഇത് മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സിലിണ്ടർ, ഹോളോ ആയിട്ടുള്ളൊരു സിലിണ്ടറിക്കൽ ഫോമുള്ളൊരു രൂപമാണ് അതിനുണ്ടാവുക. ഉള്ളിൽ രണ്ട് വശത്തും തുറന്നിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഇത് വട്ടങ്ങൾ എന്ന് പറയും. ഇടന്തല വട്ടം എന്നാണ് ഈ വട്ടത്തിന് പറയുക, വലന്തല വട്ടം എന്നാണ് ഈ വട്ടത്തിന് പറയുക. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കൂട്ടി ഇണക്കിയിട്ടാണ് നമ്മൾ ഈ വാദ്യം പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പോത്തിൻ്റെ തോല് കൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ നിർമ്മാണം. ഇടന്തല വട്ടം ഈ ഭാഗത്തിന് പറയുന്ന പേര് മുദ്ര എന്നാണ്. ഇത് പുറം വട്ടം എന്ന് പറയും. ഈ ഭാഗമാണ് കൊട്ടുന്ന വട്ടം. ഈ ഭാഗത്താണ് നമ്മുടെ കൊട്ട് വരിക. ഈ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞതാണ് കൊട്ടുവട്ടം. ഇത് പുറം വട്ടം, ഇത് മുദ്ര. ഈ മുദ്രയോട് കൂടിയിട്ട് ഈ വട്ടത്തെ ഈ കുറ്റിയിൽ ബന്ധിപ്പിക്കുന്നു, രണ്ട് ഭാഗത്തും അതേപോലെ. എന്നിട്ട് വാറ് എന്നാണ് ഈ ഇതിന് പറയുക. ഇതൊക്കെ പോത്തിൻ്റെ തോൽ തന്നെയാണ് കേട്ടോ. ആ വാറ് കൊണ്ട് ഈ രണ്ട് വട്ടങ്ങളെ പരസ്പരം ഈ കുറ്റിയിൽ ബന്ധിപ്പിക്കും. അങ്ങനെയാണ് ഇത് മദ്ദളമായിട്ട് മാറുന്നത്. പിന്നീട് ഒരു പുതിയ മദ്ദളം പണിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ശബ്ദം ഇങ്ങനെ ആവില്ല. പുതിയ വട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നനുത്ത ശബ്ദമായിരിക്കും. ഇത്രയും ഒരു ഷാർപ്നെസ് ആയിട്ടുള്ളൊരു ടോൺ ആവില്ല. അത് കൊട്ടി കൊട്ടി പദം വന്നതിന് ശേഷം വട്ടം ഒന്നും കൂടെ അയയുമ്പോൾ വീണ്ടും ഈ വാറ് നമ്മൾ മുറുക്കും. അങ്ങനെ വലിച്ച് മൂപ്പിക്കുമ്പോഴാണ് ഈ ഒരു ശബ്ദത്തിലേക്ക് എത്തുക. ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണ്. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വലിക്കുമ്പോഴാണ് മദ്ദളത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഈ ഒരു ശബ്ദം വരിക. അതിൽ നിന്നൊരു ഇത്രയും നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഈ രണ്ട് വശത്തുനിന്ന് ഒരേ ശബ്ദമായിരിക്കും. അല്ല, ഈ വശത്ത് ഇത് ഇടന്തല എന്നാണ് ഇതിന് പറയുക. ഈ വശത്ത് ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അതായത് അടിസ്ഥാനമായിട്ട് നമ്മൾ ഈ വശത്ത് ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശബ്ദം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥകളിയിലൊക്കെ നടൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഭാവം, ആ ഒരു
തരത്തിലാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ കഥകളിയിൽ വരുന്നത്. വേറെ മറ്റ് മേഖലയിൽ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ചുറ്റൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ അടച്ചു കൂട്ടും. അതൊക്കെ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, അതായത് ആ കലാകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടൻ കാണിക്കുന്ന മൂവ്മെൻറ്റ്സിൽ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നതാണെങ്കിൽ ഞാനത് അപ്ലൈ ചെയ്യും ആ രീതിയിൽ. അങ്ങനെ ഒരൊറ്റ അടിസ്ഥാനമായിട്ട് ഈ ഒരു ശബ്ദമേ ഉള്ളൂ. അതേപോലെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് വലന്തല. വലന്തല എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഡയമീറ്ററിന് വ്യത്യാസമുണ്ട്. അതെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണി, പുറംവട്ടം, കൊട്ടുവട്ടം. ഇത് ഈ തോലിന് കാണിത്തോൽ എന്നാണ് പറയുക. ഇത് ഈ തോല് പശുവിൻ്റെ തോലാണ്. ഈ പശുവിൻ്റെ തോലിൽ ഇത് ചോറ്, നമ്മുടെ ഉണങ്ങല്ലരി വേവിച്ച് കവുങ്ങിൻ്റെ പട്ട കത്തിച്ച കരി ചേർന്ന മിശ്രിതം ആണ് ഈ ഒരു ചോറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ 2-3 ദിവസം എടുത്തിട്ടാണ് ഇത്രയും ലെവലിലേക്ക് എത്തുക. അതായത് ഇത്തിരി എടുക്കുള്ളൂ. ഒരു കടുകുമണി വലുപ്പത്തിലാണ് ഒരു ഉരുളിർത്തിയിട്ട് എടുത്തിട്ട് മൊത്തം തേച്ച് പിടിപ്പിക്കും. അതിൻ്റെ മേളിൽ അതേപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഈ ഒരു രീതിയിലേക്ക് എത്തിയൊരു കല്ലുണ്ട്, മിനുസമായിട്ടുള്ളൊരു കല്ലുണ്ട്. ആ കല്ല് തുരച്ചാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തണം. ഇതിന് മിനിമം ഒരു 3 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ടല്ല, തോലിൽ നിന്ന് ഒരു 3 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ട്. അത് ശരിക്കും ഉണ്ടായിരിക്കും. അത് ഒരു ചിലവർ ഇതിനൊക്കെ കനത്തിൽ ചോറിടുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇതിനൊക്കെ കുറവായിരിക്കാം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ശബ്ദം ഇവിടുത്തെ ശബ്ദം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ ഒരു ശബ്ദം, ഈ ഒരു ശബ്ദം, ഈ ഒരു ശബ്ദം. ഇത് 3 അടിസ്ഥാനമായിട്ട് നമ്മൾ ഉള്ള ശബ്ദം. പിന്നെ വേറൊരു ശബ്ദമുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ട് ഈ 4 ശബ്ദങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രയോഗങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കഥകളിയിൽ പ്രത്യേകിച്ചും സംസ്കൃതക്കാർക്ക് നടൻ്റെ അഭിനയത്തിനനുസരിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് വേറെ ചില ശബ്ദങ്ങൾ നമ്മൾ കേട്ടുപിടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കുയില് അല്ലെങ്കിൽ ഒരു പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കാൻ ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ അതൊക്കെ ഒരു സന്ദർഭോചിതമായിട്ട് ഇതൊന്നും അടിസ്ഥാനപരമല്ല. ഈ ശബ്ദങ്ങളൊക്കെ ഇതൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ച് ഓരോ കലാകാരൻ്റെ മനോധർമ്മത്തിനനുസരിച്ച് കൂടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ വണ്ട് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു കഥയ്ക്കനുസരിച്ച് ടോണോട് കൂടിയിട്ട് ഇപ്പം രാവിലെ നമ്മളവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തപ്പോൾ അതിൽ പൂവിൽ വണ്ടിരിക്കുന്നൊരു ഭാഗം കാണിച്ചിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള ചില ഒക്കേഷനിലൊക്കെ നമുക്ക് ഇതുപോലത്തുള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ മാറ്റി പ്രയോഗിക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, പ്രയോഗത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മദ്ദളത്തിൻ്റെ ശബ്ദങ്ങളിലൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ ഈ ശബ്ദമോ അല്ലെങ്കിൽ ഈ ശബ്ദമൊന്നും ഉപയോഗിക്കില്ല. ഇതൊക്കെ കഥകളിയിൽ വരുമ്പോൾ കഥകളിയിലത്തെ നടൻ്റെ അഭിനയത്തിനോ അല്ലെങ്കിൽ നടൻ്റെ സ്വാതന്ത്ര്യത്തിനോ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ പറഞ്ഞാലും നടനായിരിക്കണം ഒരു കഥകളി ഏറ്റവും പരിപൂർണമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നടനെയാണ് ആശ്രയിക്കേണ്ടത്. ബാക്കിയുള്ള പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പാട്ടായാലും മേളായാലും എല്ലാം നടനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ശാസ്ത്രീയ സംഗീതമായിട്ട് കഥകളി സംഗീതത്തിന് ശരിക്കും ബന്ധമുണ്ട്. പൂർണ്ണമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രാഗങ്ങളാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അതായത് സ്വരങ്ങളെ കൃത്യമായിട്ട് സ്വരങ്ങളിലൂടെയാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ എല്ലാ ടോണുകളും പോകുന്നത്, എല്ലാ നോട്ടുകളും പോകുന്നത്. എന്ന് വെച്ചാൽ അറിയാലോ, ഈ പദനിസ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങളിലൂടെയാണ് ഓരോ രാഗങ്ങൾ 22ഓളം മേളകർത്ത രാഗങ്ങളിൽ നിന്ന്. ആ മേളകർത്ത രാഗങ്ങൾ 72 എന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഓരോ ജന്യരാഗങ്ങളായിട്ട് ഇഷ്ടംപോലെ രാഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് സ്വരപ്പെടുത്തി നോട്ടുകളിലൂടെയാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പ്രയോഗങ്ങൾ. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓരോ രാഗങ്ങളുടെയും കൃത്യമായിട്ടുള്ള രാഗഭാവം മാത്രമേ ഉള്ളൂ. സോപാന സംഗീത ശൈലിയാണ് കഥകളിയുടെ സംഗീതത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാഗത്തിൻ്റെ രാഗഭാവം മാത്രമേ എടുക്കുന്നുള്ളൂ. കൃത്യമായിട്ട് സ്വരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രയോഗ രീതിയല്ല കഥകളി സംഗീതത്തിന്. ചുറ്റ് എന്നാണ് ഇതിന് പറയുക.
മദ്ദളത്തിൽ കൊട്ടാൻ ഉപയോഗിക്കുന്ന നമ്മൾ വിരലണിയുന്ന സാധനം. ഓക്കെ. അല്ലെങ്കിൽ ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലേ? ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി മാത്രമല്ല, ആദ്യകാലത്തൊക്കെ മദ്ദളം ഉണ്ടായ സമയത്തൊന്നും ഈ ഇപ്പം നമ്മൾ കൊട്ടുന്ന വട്ടങ്ങൾക്കൊന്നും ഇത്രയും കനം ഉണ്ടായിരുന്നില്ല. ഒരു വളരെ മൃദുവായിട്ടുള്ള വട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും നമുക്കറിയാലോ, കാലങ്ങൾ കൊണ്ടാണല്ലോ ഓരോന്ന് പുതുമകളെല്ലാറ്റിലും. അതേപോലെ തന്നെ പണ്ട് കാലത്തൊന്നും മദ്ദളത്തിൻ്റെ വട്ടങ്ങൾക്കൊന്നും ഇത്ര കനപ്പെട്ട ഒരു ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് അങ്ങനെ ആയിരിക്കാമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. അതെ, അനുമാനിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്തെ വട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കനം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഞ്ചവാദ്യം പോലുള്ള പുറമേൽ ഒരു 50-60 വാദ്യങ്ങളുടെ ഇടയിൽ നിന്ന് മദ്ദളം പോലത്തെ ഒരു വാദ്യത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണമെങ്കിൽ അത്രയും നമ്മൾ ശാരീരികമായിട്ട് ഭയങ്കര സ്ട്രെയിനാണ്. അപ്പോൾ അതിനും കൂടെ സപ്പോർട്ടാണ്, വലിയ ഒരു ഇതാണ്. നമ്മുടെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പോൾ മദ്ദളം കഥകളിയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. കേളി, പഞ്ചവാദ്യം, ഏറ്റവും ആദ്യം കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞ കലാരൂപത്തിനാണ് മദ്ദളം ഉപയോഗിക്കുന്നത്. പിന്നീടാണ് കഥകളിയിലേക്കും കേളി, കൃഷ്ണനാട്ടം, രാമനാട്ടം, അവിടെ നിന്നാണ് കഥകളിയിലോട്ട് എത്തിയത്. അവിടെ നിന്നാണ് ദൃശ്യകലകൾ. കലകളെ പൊതുവെ ദൃശ്യം, ശ്രവ്യം എന്ന് പറഞ്ഞിട്ട് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കണക്കാക്കുമ്പോൾ നമ്മൾ കൃഷ്ണനാട്ടം, കഥകളി പോലുള്ള അത് ആ ഒരു വിഭാഗം, കേളി, പഞ്ചവാദ്യം എന്നൊക്കെ ഉള്ളത് ശ്രവ്യകല വിഭാഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും കൊട്ടുമ്പോൾ ശബ്ദം പുറത്തേക്ക് കേൾക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് ഈ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിനും കൂടെ ഉപകാരപ്രദമാണ് ഈ ചുറ്റ് എന്ന് പറയുന്നത്. ഈ ചുറ്റുകൾ എന്താ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ചുറ്റുകൾ ഇത് മദ്ദളം കൊട്ടുമ്പോൾ നമ്മൾ വിരലിലിടുന്ന ചുറ്റുകളാണ്. ഇവിടെ കുറച്ചും കൂടെ സോഫ്റ്റാണ്, ഹാർഡായിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കണമെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ചുറ്റ് തന്നെ വേണം. ഇപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വലന്തല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മൃദുവായിട്ടുള്ള ഭാഗമാണ്. അവിടുത്തെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അത്ര വേണമല്ലോ. പൊതുവേ ചുറ്റ് തന്നെ ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഭാഗത്ത്. ഇവിടെ വരുമ്പോൾ രണ്ടും കൂടി മദ്ദളത്തിന് ഈ പേര് വരാൻ കാരണം എന്താണ്? മദ്ദളം എന്നല്ല, ശരിക്കും ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നത് മർദ്ദളം എന്നാണത്രേ. അങ്ങനെയാണ് നമ്മളുടെ ഗുരുനാഥന്മാരൊക്കെ നമുക്ക് പറഞ്ഞെന്നുള്ളത്. അതായത് മർദ്ദിച്ച് പ്രഹരിക്കുന്ന വാദ്യം എന്നുള്ള രീതിയിൽ ഒരു മൃദുവായിട്ടുള്ളൊരു വാദന സമ്പ്രദായമല്ല മദ്ദളത്തിന് ഒരിക്കലും. ഭയങ്കര സ്ട്രെയിനോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിത് പ്രയോഗിച്ചാൽ മാത്രമേ ഇതിന് ശബ്ദം അതിനനുസരിച്ച് പുറത്തേക്ക് വരുള്ളൂ. ഒരു 5, 6, 7, 8 മദ്ദളങ്ങൾ ഒരുമിച്ച് പഞ്ചവാദ്യം പോലുള്ള അവസരങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇൻഡിവിജ്വലായിട്ട് മാറി മാറി കേൾക്കണമെങ്കിൽ ശബ്ദം നല്ല എന്താ പറയുക, നല്ല ശബ്ദമാണ്. അതെ, ശബ്ദം വേണമെന്ന് മാത്രമല്ല, അത് ശബ്ദം വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെയിൻ ചെയ്യണം ഒരുപാട്. അതുകൊണ്ട് ആദ്യകാലത്ത് മർദ്ദളം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ കാലത്തേക്ക് വന്നപ്പോഴേക്കും അത് മർദ്ദളം അതിജീവിച്ച് അല്ലെങ്കിൽ ലോപിച്ച് മദ്ദളായി മാറി. അതിൻ്റെ ഒരു ഭാഗം മാത്രം കൊട്ടും. മദ്ദളത്തിൽ ആദ്യം പഠിക്കുന്ന കേളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേളിയുടെ മുഖം മാത്രം
ഈ പെർഫോമൻസ് കഥകളിയിൽ പാട്ട് പാടാൻ പോകുന്ന ആളാണ് എൻ്റെ കൂടെയുള്ള ജീവൻ. ഹലോ, നമസ്കാരം. അപ്പം ഇവിടെ ജീവൻ്റെ റോൾ എന്താണ് ശരിക്കും ആസ് എ സിംഗർ? ഇവിടെ കഥകളിക്ക് പൊന്നാനി പാടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. പൊന്നാനി പാട്ടുകാരൻ എന്ന് പറയുന്നത് ലീഡ് ചെയ്യുക, അതായത് പാട്ടിന് ലീഡ് ചെയ്യുക. പൊന്നാനി എന്നും ശങ്കിടി എന്നും 2 തരത്തിലുണ്ട്. അപ്പോൾ അതിലെ പൊന്നാനി പാട്ടുകാരനാണ് ഇന്ന് ഞാൻ. ശങ്കിടിയായിട്ട് ഇന്ന് എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപാഠിയായിട്ടുള്ള വിനീഷാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ പൊന്നാനി പാട്ടുകാരൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥകളിയെ കൊണ്ടുപോവുക. അതായത് ആ കഥകളി എല്ലാ തരത്തിലും, അതായത് വേഷക്കാരൻ മുദ്ര ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പാടുക. പിന്നെ ഇന്ന് അരവിന്ദേട്ടൻ പറഞ്ഞു കലാശം എന്ന കഥകളിയുടെ ഫുൾ സ്റ്റോപ്പാണ്. ആ കലാശത്തിന് തട്ടിക്കൊടുക്കുക, അതായത് ചെണ്ട വാദ്യങ്ങൾക്ക് അത് ആയിന്ന് സിഗ്നൽ വെച്ച് കൊടുക്കുക. അതൊക്കെ ഒരു പൊന്നാനിയുടെ ധർമ്മമാണ്. അപ്പോൾ ഈ കഥകളിയുടെ, ഞാൻ അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കഥകളിയുടെ ഏതൊക്കെ സ്റ്റേജസ് ആണ് കഴിഞ്ഞിട്ടാണ് കലാശത്തിലൂടെ എത്തുക? അത് നമ്മൾ ഒരു വാചകം പറഞ്ഞിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടില്ലേ, അതേപോലെ തന്നെയാണ് ഓരോ ലൈൻസും. ഇതിങ്ങനെ ഓരോന്നും ചിട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ലൈൻസിൻ്റെ അവസാനമായിട്ടാണ് കലാശങ്ങൾ വരുന്നത്. അതായത് ഓരോ 4 വരി കഴിഞ്ഞാലാണ് അതുപോലെ. ഓക്കെ, അപ്പം എല്ലാത്തിലും 4 വരി ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ 2 വരി ആയിരിക്കും, 2 വരിയുടെ അവസാനമായിരിക്കും. പിന്നെ ഈ കലാശത്തിന് വട്ടം തട്ടുക, അതായത് വട്ടം വെച്ച് കലാശം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. അതായത് ഇന്ന് കഥകളിയിൽ ഇന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിശാധരേന്ദ്ര വാട, അങ്ങനെ ഒരു പദമുണ്ട്. അതിന് ഈ പറയുന്ന പോലെ ഫുൾ സ്റ്റോപ്പ് അല്ല, അത് വട്ടം തട്ടുക. ഇതിനനുസരിച്ച് മേളം ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു ഇതായിട്ടാണ് മൊത്തം കഥകളിയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് പൊന്നാനി കലാകാരൻ. അപ്പൊ ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാന്നല്ല, കഥകളിയെ കൊണ്ടുപോകുന്നത്. അതായത് മുദ്രക്കനുസരിച്ച് പാടുക, അതേപോലെ വാദ്യക്കാർക്ക് കലാശം കട്ടിക്കൊടുക്കുക. അതൊക്കെ ഒരു പൊന്നാനി പാട്ടുകാരന്റെ ധർമ്മമാണ്. അപ്പൊ ഈ ചെങ്ങിൽ ഉപയോഗിക്കുന്നത് പൊന്നാനി പാട്ടുകാരനാണ്. അതെ. അതെന്തുകൊണ്ട് അങ്ങനെ? അങ്ങനെയാണ് അതിന്റെ സമ്പ്രദായം. അങ്ങനെയാണ് കഥകളിയുടെ സമ്പ്രദായം. അങ്ങനെയാണ് പൊന്നാനി പാടുന്ന ആളാണ് ചെങ്ങിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ ലീഡിനെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് വിനീഷിനുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ശങ്കിടി കലാകാരൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശങ്കിടി കലാകാരൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ശങ്കരി എന്ന് പറയുമ്പോൾ ശരിക്കും ശങ്കയില്ലാതെ പാടുക എന്നാണ് അതിന്റെ മെയിൻ അർത്ഥം. ആള് പാടി തരുന്നത് കൃത്യമായിട്ട് അതുപോലെ ഫോളോ അപ്പ് ചെയ്യാം. അതായത് പാടിയതല്ല, അതിന്റെ നെക്സ്റ്റ് സ്റ്റാൻസ് ആയിരിക്കും നിങ്ങൾ പാടുക. അപ്പൊ എന്തായാലും ഫുൾ നോളജ് ഉണ്ടായിരിക്കണം ഈ പാട്ടിനെ പറ്റി. അപ്പം ഇന്നത് പാടണം ഇന്നത് പാടണ്ടെന്ന് തീരുമാനിക്കുന്നത് പൊന്നാനി കലാകാരനാണെങ്കിലും ഇന്നൊരു സ്പെസിഫിക് റൂൾസ് ഉള്ളൂ. ഇതേ പൊന്നാനി പാടാൻ പാടുള്ളൂ, നിങ്ങളിതേ പാടാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. അത് മാറി മറിഞ്ഞു പോവാം. അപ്പോൾ ഇതിൻ്റെ ഈണങ്ങളൊക്കെ എങ്ങനെയാണ്? അവർ പാടിത്തരുന്ന അതേ ഈണത്തിൽ തന്നെയാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ഓരോ പല പെർഫോമൻസിന് പല ഈണങ്ങളാവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ ഭാവത്തിനനുസരിച്ച് ഓരോ രാഗങ്ങൾ മാറ്റി പാടാറുണ്ട്. അപ്പം ഈ ആർട്ടിസ്റ്റ് ഈ ആർട്ട് ഫോം ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ആ പാട്ടിനെ ബാധിക്കാറുണ്ടോ? ചില ആർട്ടിസ്റ്റുകൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചിലപ്പം പെർഫോം ചെയ്യാൻ ചാൻസുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പാട്ടുകാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളതിൻ്റെ അവരുടെ സന്ദർഭത്തിനനുസരിച്ച് പാടെ കൊടുക്കാറുണ്ട്. ശരിക്കും ഒരു കോപ്പറേറ്റ് ചെയ്താണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നല്ലേ? ശരിക്കും ഒരു A+B എന്ന് പറഞ്ഞ അങ്ങനത്തെ റൂളില്ല ഈ പെർഫോമൻസ്. ചെറുതായിട്ട് എപ്പോഴും കലാകാരന് അവരുടേതായിട്ടൊരു സ്പേസ് ഉണ്ട് എപ്പോഴും ഡെവലപ്പ് ചെയ്യാനല്ലേ? അപ്പോൾ ഇത് എലത്താളമാണ്. അപ്പോൾ ഇതിൻ്റെ റോൾ എന്താണ് ശരിക്കും? നമ്മൾ തന്നെ 2ാം പാട്ടിൽ ഉപയോഗിക്കുമ്പോൾ 2ാം പാട്ടായി പാടുമ്പോൾ ശങ്കടിയായിട്ട് പാടുമ്പോൾ നമ്മൾ ഈ ഇലത്താളം വെച്ചിട്ടാണ് പാടുന്നത്. അപ്പം ഈ ചെങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ഇലത്താളം ഉപയോഗിക്കേണ്ടി വരാറില്ലേ? തീർച്ചയായിട്ടും വരും. അദ്ദേഹം പാടുമ്പോഴും ഈ സാധനം നമ്മൾ താളം പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പാടുമ്പോൾ രണ്ടുപേരും ചെയ്യും. തീർച്ചയായിട്ടും. കലാശത്തിനൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കും. ചെണ്ടക്കാർക്കാണെങ്കിലും വാദ്യക്കാർക്കാണെങ്കിലും കൃത്യമായിട്ട് കേൾക്കാനും അവരുടെ എന്താണ് പാത്ത് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി. ഓക്കെ, ശരി. എനിക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചു തരാമോ ഇതിൽ? കൃത്യമായിട്ടൊന്നുമില്ല, ശബ്ദം വരുന്നത്. തുറന്ന് പിടിക്കുമ്പോൾ നമ്മൾ കലാശത്തിനൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് ശബ്ദം വരുന്നത്. നമ്മൾ പാടുന്ന സമയത്ത് ഇങ്ങനെ ഒതുക്കി പിടിക്കും. കാരണം അധികം ശബ്ദം പുറത്തേക്ക് പറ്റില്ലല്ലോ, നമ്മൾ പാട്ട് കേൾക്കണം. അപ്പോൾ ഒതുക്കി പിടിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ശബ്ദം. കലാശത്തിന് കുറച്ചും തുറന്നു പിടിക്കും. തുറന്നു. ഇത് എന്ത് മെറ്റീരിയലാണ്? ഓടാണ്. ഓടാണ്.
ഈ ചെങ്ങിൽ എന്ത് മെറ്റീരിയലാണ്? ഓട് തന്നെയാണ്. ഓട് തന്നെയാണ്. അത് ഓടും വുഡും ആണ് അത്. ഇതും ഓടുകൾ തമ്മിലുള്ള ശബ്ദമാണ്. ശരിക്കും മെറ്റീരിയൽസ് അനുസരിച്ചായിരിക്കും കൂടുതൽ ശബ്ദം ഉണ്ടാവും അല്ലേ? ഇതിനാ ശബ്ദം കൂടുതൽ. അപ്പോൾ ജീവനും വിനീഷും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു സാധനം ഞങ്ങൾക്കൊന്ന് പ്ലേ തരാമോ? ചെറിയൊരു. നിങ്ങളപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ? ഞങ്ങളിപ്പോൾ കലാമണ്ഡലത്തിൽ MA കഥകളി മ്യൂസിക് ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സാമ്രഗീകത്തെ സുഖമോ ദേവി സാമ്പ്രതം ഇഹത്തെ സുകൃത ദിധേ ജാതു സുദിനം സുകൃത നിധേ ജാതു കലാശം കഥ, നൃത്തം, ഇമോഷൻസ് എന്നിവയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ആർട്ട് ഫോമിലുള്ളത്. ഞാനത് ഈ ഒരു വീഡിയോയിലുടനീളം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. പിതൃ
ചെയ്ത വരുമോ നന്മകൾ ദുരിതം ചെയ്ത വരുമോ നന്മകൾ വരമിനി വേണ്ടോ വരണോ ചെയ്താലും വരമിനി വേണ്ടതോ വരണം ചെയ്താലും വിരവോടോ തരുവന അഖിലവും വിരവോട് ഞാനും തരുവന അഖിലവും
ശേഷയാനം വിഹകേശയാനം ദൂതാരിജാതം ശ്രുതപാരിജാതം ശേഷാലയേശം കമലാലയേശം ശ്രീപത്മനാഭം ഭജത അഞ്ജന